നമ്മുടെ കർത്താവ് കോടാകോടി ദൂതനുമായി മേഘാരൂഢനായി വരും. എപ്പോഴും മരിച്ച വീട്ടുകളിൽ അല്ലെങ്കിൽ വേറുപാട് നടന്ന വീട്ടിൽ നമ്മൾ പാടുന്നൊരു പാട്ടാണ്. എന്താണ്? കോടാകോടി ദൂതനുമായി മേഘാരൂഢനായി വേഗം വരുമെന്ന് ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മരണം നടക്കുമ്പോൾ നമുക്കെന്തുണ്ട്? കരച്ചിലല്ല, പ്രത്യാശയാണ്. ആ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുത്തിയ ഒരു പ്രയോജനം അവിടെ വരുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം അന്ന് വന്നിരിക്കുന്നത് ആത്മാവിൽ നമ്മുടെ ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് മരണമല്ല, നിത്യജീവൻ. ലോകം പേടിക്കുന്നത്, ലോകം ഭയപ്പെടുന്നത് മരണത്തെയാണ്. ക്രിസ്തു നമുക്ക് എന്ത് ചെയ്യുന്നു? ആ മരണം എന്ത് ചെയ്യുന്നു? നമ്മളെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ അന്ന് വിടുവിക്കുക തന്നെ, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? അന്ന് വിടുവിക്കുക ചെയ്യുന്നു. അപ്പൊ കർത്താവ് വിടുവിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു പ്രത്യാശയോടുകൂടി ദൈവത്തെ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് പകലിൽ കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ടായിരിക്കാം. കേട്ട നല്ല സന്ദേശങ്ങളായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 2 ദിവസമായി രണ്ടാമത്തെ പകലാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. അതിശക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പിന്നെയും കർത്താരദാസരുടെ ശക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. കാരണം ദൈവത്തിൻ്റെ കർത്താവ് വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കർത്താവ് തന്നിരിക്കുന്ന ഒരു നിത്യരാജ്യത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഒരുക്കമാണ് വിശുദ്ധി. ഏറ്റവും വലിയ ഒരുക്കമാണ് വിശുദ്ധിയാണ് കർത്താവ്. ഈ കാലഘട്ടങ്ങളിൽ പിശാച് അതിശക്തിയോടെ വ്യാപരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അത് കാൽവറിയിൽ വെച്ച് യേശുക്രിസ്തു നമുക്ക് വഴി ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ നാം ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നിത്യജീവനിലേക്ക് പോകാൻ പറ്റൂ. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ടോ, യേശു കർത്താവ് തൻ്റെ ശരീരം കീറി മുറിച്ചത് കൊണ്ടോ എനിക്ക് നിങ്ങൾക്കും രക്ഷയില്ല. എന്തിനാണ്? കർത്താവ് ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, അതോടെ എനിക്ക് ഒന്നും ചെയ്യേണ്ട വേണ്ട കാര്യമില്ല. കർത്താവ് ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു. അവനെ കൈക്കൊണ്ട്, എന്താണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്? യേശുവിനെ വാക്കുകളെ നാം അംഗീകരിക്കുക. എന്നിട്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുന്നവരാണ്. അവർ ടീച്ചറിനെ അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരുവാൻ കഴിയത്തില്ല. ആ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് അവർ പഠിപ്പിച്ചു പോകും. പക്ഷേ ഒരു ദിവസം അവർ എടുത്ത വിഷയത്തിന് നടുവിൽ ഒരു എക്സാം എന്ന് വരും. ആ എക്സാം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വരും. പക്ഷെ ടീച്ചർ വളരെ തൊണ്ട കീറി ആ കാര്യങ്ങൾ പറയുമ്പോൾ ടീച്ചർ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന മേഖലകളിൽ അവന്റെ എക്സാം ദിവസം വരുമ്പോൾ അവൻ പൊട്ടുമ്പോൾ അവൻ ഈ വർഷം ഒരു വർഷം മുഴുവനും പഠിച്ചത് എന്ത് ചെയ്തു? ആ ലൈഫ് മുഴുവനും പോയി. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിന് വേണ്ടി നിന്ദകളും കഷ്ടങ്ങളും സഹിച്ച് ദേശക്കാരെ വിട്ട് ചാർച്ചക്കാരെ വിട്ട് വേർപെട്ടൊരു ജീവിതം നിന്നിട്ടും പല കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോയിട്ടും വിശുദ്ധിയോടുകൂടി ജീവിച്ചില്ലെങ്കിൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ഇത് ഒരു വർഷമല്ല, ജീവിതം മുഴുവനും കോടാനുകോടി വർഷം നഷ്ടപ്പെട്ടു പോകും. കർത്താവ് നമ്മുടെ മുമ്പിൽ തരുന്ന അല്പസമയം, ഇല്ലേ? അല്പസമയം മാത്രമേ ഉള്ളൂ.
ഈ ഭൂമിയിൽ നമുക്ക് എത്ര പേർക്ക് ലോകത്ത് പലരും പലതും ജീവിച്ചോട്ടെ എന്ന്, അത് അവരെ ഇഷ്ടം. പക്ഷെ എനിക്കൊരു പ്രത്യാശയുണ്ട്. പഠിക്കുന്ന കുട്ടികൾ പറയും അവർ കറങ്ങാൻ പോകുന്നു, അവർ ഓടുന്നു, നീ എന്താ പോകുന്നത്? അല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവർ കറങ്ങിക്കോട്ടെ, അവനെന്ത് ചെയ്യാം? അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണം, എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു പൈലറ്റ് ആകണം, എനിക്ക് ഉന്നതമായ ഒരു നല്ല ജോലി എടുക്കണം. അതിന് എൻ്റെ വിദ്യാഭ്യാസം, ഡിഗ്രി എനിക്ക് ആവശ്യമാണ്. ലക്ഷ്യമുള്ളവൻ പുലർച്ചയിൽ 3 മണിക്ക് എഴുന്നേൽക്കും. എന്തിനാ? പഠിക്കാൻ. ലക്ഷ്യമില്ലാത്തവൻ പുതപ്പം മൂടി കിടക്കും. ആ ടൈമിന് നീ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ചെയ്തത് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് വേഗം ഓടിക്കളി. ലക്ഷ്യമില്ല. നമ്മുടെ കൂട്ട് മുഴുവൻ ആരോടായിരിക്കും? ലക്ഷ്യമില്ലാത്തവരോടെയാണ്. പക്ഷെ ലക്ഷ്യമുള്ള ഒരു വ്യക്തിയോട് കൂടുമ്പോൾ നമ്മളും ആ ലക്ഷ്യത്തിലേക്ക് എത്തി കാലുവെക്കാൻ. ലക്ഷ്യമുള്ള വ്യക്തി സമയം കളയത്തില്ലെന്ന് അതിനുവേണ്ടി പ്രയത്നിക്കും. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ലക്ഷ്യമുള്ളവരായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ലക്ഷ്യമാണ് ക്രിസ്തുവിൽ. നമ്മെ വിളിച്ചത് എന്തിനാണ്? സ്തോത്രം. നമ്മെ ലക്ഷ്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു.